മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിന്റെ ഏറ്റവും പുതിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിന്റെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നതിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ പ്രമോഷൻ അഭിമുഖങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു. ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾ ഹിറ്റായത് ചിത്രത്തെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നതായി പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ദ ക്യൂ സ്റ്റുഡിയോയിൽ മനീഷ് നാരായണന് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ചിത്രത്തിന് നേരത്തെ പ്രമോഷൻ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരുന്നതായും ധ്യാൻ പറയുന്നു. പ്രമോഷൻ വലിയ രീതിയിൽ റീച്ച് ആയത് അവർക്ക് ടെൻഷൻ കൂട്ടിയിരുന്നു. ധ്യാൻ ഇന്റർവ്യൂസ് കൊടുത്ത് ഓവർ എക്സ്പോസ്ഡ് ആയപ്പോൾ വീണ്ടും ധ്യാനെ പ്രേക്ഷകർ സ്ക്രീനിൽ എങ്ങനെ കാണുമെന്ന തോന്നലും ടീമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രമോഷന് ആദ്യം താൻ വരണോ എന്ന് ധ്യാൻ ഏട്ടനായ വിനീതിനോട് ചോദിച്ചിരുന്നു. ഇന്റർവ്യൂകളിൽ മൊത്തം വന്നിരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഇത് ധ്യാനല്ലേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. ആദ്യം വരണ്ട എന്നാണ് ധ്യാനിനോട് വിനീത് പറഞ്ഞത്. നമുക്ക് ഇന്റർവ്യൂവും ഹൈപ്പും ഒന്നും വേണ്ട എന്നായിരുന്നു വിനീത് ആദ്യം പറഞ്ഞത്. ആടുജീവിതമാണ് വിനീതിന്റെ ആ തീരുമാനം മാറ്റാനുള്ള കാരണം. ആടുജീവിതത്തിന് പുള്ളി പ്രമോട്ട് ചെയ്ത രീതി വിനീത് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോൾ വിശാഖ് പറഞ്ഞത് നമുക്ക് വേറൊന്നും നോക്കണ്ട, നമ്മൾ നമ്മുടെ സിനിമയെ പ്രമോട്ട് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണ് താരങ്ങൾ പ്രമോഷന് ഇറങ്ങിയത്. അവസാന 2 അഭിമുഖങ്ങളുടെ താഴെ വന്ന കമന്റുകളിൽ പോലും ഇതിന്റെ പകുതി തമാശ സിനിമയിൽ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷേ ഇത് തമാശ സിനിമയല്ല, ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. ഇന്റർവ്യൂകളെ ഒക്കെ ഹിറ്റാകുന്ന സമയത്ത് അപ്പുറത്ത് സൈഡിൽ നല്ല പേടിയുണ്ടായിരുന്നു താരങ്ങൾക്ക്. കൂടാതെ ഇതെല്ലാം തിരിച്ചടിയാകുമോ എന്ന പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ വിശാഖ് ധ്യാനിനെ വിളിച്ചു പറഞ്ഞത് അളിയ പേടിക്കണ്ട എന്നാണ്. തന്നെ അടുത്തറിയാവുന്നവർ ഒക്കെ തന്നെ കണ്ട് കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രണവ് ഇന്റർവ്യൂകളിൽ ഇല്ലാത്തത് കൊണ്ട് അത്ര എക്സ്പോസ്ഡ് അല്ല എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. പക്ഷെ താൻ അങ്ങനെയല്ല എന്നും ഇത്രയും ഇന്റർവ്യൂസ് കൊടുത്തു കഴിയുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ക്യാരക്ടറായിട്ട് തോന്നിയില്ലെങ്കിൽ പണിയാകുമെന്നും ധ്യാൻ പറയുന്നു. തനിക്കിതിൽ ക്യാരക്ടർ എന്ന നിലയിൽ ലുക്കാണ് നോക്കിയത്. കണ്ണട ഒരു പ്രോപ്പർട്ടിയാക്കി അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചിരുന്നു. അതിലൊരു റെഫറൻസ് പോലെ എടുത്തത് മോഹൻലാൽ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. മണിച്ചിത്രത്താഴിൽ കണ്ണട വെച്ച് ലാൽ സാറിനെയും കണ്ണട വെക്കാത്ത ലാൽ സാറിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പുള്ളി ഊരുന്നത്, കൈകാര്യം ചെയ്യുന്നതും രാത്രിയാകുമ്പോൾ ഓരോ ആഗ്യങ്ങൾ കാണിക്കുന്നതും എല്ലാം രസമാണ്. അതുപോലെ ഇതിൽ താൻ കണ്ണട ഇടയ്ക്ക് ഊരുന്നതും വെക്കുന്നതും ഒക്കെയുണ്ട്. എന്ത് ആക്ടിവിറ്റിയുടെയും സ്പീഡ് ഒന്ന് കുറച്ചിട്ടാണ് ചെയ്തത്. അത് പ്രായത്തെ കൺവിൻസ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കണ്ണട വെച്ച് വരുന്ന സമയത്ത് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു.